ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ നടന്നിട്ടുള്ള സംഭവം എല്ലാവർക്കും അറിയാലോ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSUവിന്റെ പ്രവർത്തകർ അടിച്ച് ഊറക്കെട്ട് കൈയൊക്കെ തല്ലി ഒടിച്ച് കഴുത്തും പിടിച്ചൊടിച്ച് ഇപ്പോ മന്ത്രി ICUവിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് ഒന്നുകിൽ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയണം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണം, ഇനി അതല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് CPMന്റെ സെക്രട്ടറി പറഞ്ഞാലും മതി, ജനറൽ സെക്രട്ടറി പറഞ്ഞാലും മതി. ഒന്നുകിൽ ഈ സർക്കാർ കഴിവുകെട്ട ഒന്നിനും കൊള്ളാത്ത ഒരു സർക്കാരാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പരമ പരാജയമാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ വിവരം കെട്ട നാലാം കിട ഒരു ആക്ടർ മാത്രമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിൽ ഏതാണ് ശരിയെന്ന് CPM പറയണം. ജനങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോപണവുമില്ല, മറ്റു യാതൊന്നുമില്ല. സംശയം വന്നതാണ് ഇന്നലത്തെ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ, മന്ത്രിയുടെ അവിടുത്തെ നാടകം കൊണ്ട് ഉണ്ടായ സംശയമാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം സംസാരിക്കാം. ഈ വീഡിയോയിൽ 3-4 KSUവിന്റെ പ്രവർത്തകർ വന്നിട്ട് കരിങ്കൊടി കാണിക്കുന്നത് കാണാം. പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് വേല കാണിക്കുന്നുണ്ട്. തള്ളിക്കയറാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നറിയാം? പോലീസുകാരെ പിടിച്ചു മാറ്റും. അതുകൊണ്ടാണ്. പോലീസും ഈ സമരക്കാരും തമ്മിൽ എപ്പോഴും അത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാവും. പോലീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ തള്ളിക്കയറൂല. മന്ത്രി വീണ ജോർജ് നമ്മുടെ ഇവിടുത്തെ ഒരു മന്ത്രിയാണ്, ആരോഗ്യമന്ത്രിയാണ്, ക്യാബിനറ്റ് മന്ത്രിയാണ്. ആ നിലയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനം വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം സെക്യൂരിറ്റി പ്രവർത്തകർ എന്ന നിലയിൽ പോലീസുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പ്രതിഷേധം നടക്കുമെന്ന് KSUക്കാർ പോലീസിനെ അറിയിച്ചതനുസരിച്ച് കൂടുതൽ പോലീസും ഉണ്ടായിരുന്നു. ഏതാണ്ട് 25-ൽ കുറയാത്ത പോലീസുകാരോട് ഉണ്ടായിരുന്നു. ആ 25 പേരിൽ കുറയാത്ത പോലീസ് സന്നാഹമാണ് മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. 2 വനിതാ പോലീസുകാർ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് അവരുടെ കരവലയത്തിനുള്ളിൽ ആണ് മന്ത്രി ഉണ്ടായിരുന്നത്. അതിന് ചുറ്റിനും മറ്റ് പുരുഷ പോലീസുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് യാതൊരു കോട്ടം ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് ഈ KSUവിന്റെ പ്രവർത്തകർ എടുത്ത് ചാടിയപ്പോ അവരുടെ മുന്നിലേക്ക് അങ്ങോട്ട് ചെന്ന് വാട കാണട അട എന്ന രീതിയിൽ നമ്മുടെ മന്ത്രി അങ്ങോട്ട് ചാടി തുള്ളിയിട്ട് എനിക്ക് പോകാൻ പറ്റൂല, എന്നാൽ കാണണമല്ലോ എന്ന മട്ടിൽ അങ്ങോട്ട് നടന്നു പോകുന്നതാണ്. അവർ ആക്രോശിച്ച് അവരുടെ KSU പ്രവർത്തകർ നേരെ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതാണ് എവിടെയും കാണുന്നത്. അതല്ലാതെ ഈ മന്ത്രിയെ, അതായത് വീണ ജോർജിനെ ഏതെങ്കിലും ഒരു പ്രവർത്തനം, KSU പോട്ടെ, ആരെങ്കിലും കയ്യേറ്റം ചെയ്യുന്നതായിട്ടോ ആരെങ്കിലും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ടോ ഒരൊറ്റ ദൃശ്യത്തിലുമില്ല. അതായത് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴോ പുറത്തു വന്നേനെ. അവിടെ ചുറ്റിനും ക്യാമറകളാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മൊബൈൽ ഫോൺ ഓണാക്കി വെച്ചേക്കുക. പ്രത്യേകിച്ച് മന്ത്രി വരുമ്പോ കുറെ YouTube ചാനലുകളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവരൊക്കെ കണ്ടമാനുണ്ടായിരുന്നു. അവരുടെ മൊബൈൽ ഫോണുകളെല്ലാം ഏതെങ്കിലുമൊക്കെ ക്യാമറകൾ എടുത്തിട്ടുള്ള വീഡിയോകളിൽ 1-2 മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരൊറ്റ വിഷ്വൽസ് പോലും ഇല്ല. ആ നിലയിൽ എല്ലാവരും കവർ ചെയ്യുന്നുണ്ട്. ഇവരാരും തന്നെ മന്ത്രിയുടെ മേലേക്ക് ആരുടെയെങ്കിലും കൈ വീണതായിട്ടോ ഈ KSUവിന്റെ പ്രവർത്തകർ അങ്ങോട്ട് ചെന്നതായിട്ടോ ഒരു ദൃശ്യങ്ങളും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ CCTV ദൃശ്യമില്ല, ഇവരുടെ ആരെയും വിഷ്വൽസും ഇല്ല. അതിനർത്ഥം മന്ത്രിക്ക് അത്തരത്തിൽ അടിയോ ഉന്തോ തള്ളോ പിച്ചോ മാന്തോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? മന്ത്രി നുണ പറയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് കത്രികേന്റെ വിഷയം വന്നത്. ആ കത്രികേന്റെ വിഷയത്തിൽ ആകെ നാണം കെട്ടിരിക്കുക. കാര്യം ഈ സർക്കാരിന്റെ കാലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നാണം കെട്ട് മാനം കെട്ട് തുമ്പില്ലാതിരിക്കുന്ന സമയത്ത് അതിപ്പോ ഈ വീണ ജോർജിന്റെ മണ്ടയിലാണ്, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ടയിലാണ് അത് വന്ന് തലയിൽ ഇരിക്കുന്നത് എന്നതുകൊണ്ട് ഒന്ന് തിരിച്ചു പിടിക്കണം. ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒന്ന് മത്സരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഭരണനേട്ടം പറഞ്ഞുകൊണ്ട് നടക്കില്ല. കാരണം അത്രത്തോളം ആരോഗ്യരംഗം അഴിഞ്ഞാടി കിടക്കുകയാണ്. മാഫിയകൾക്ക് കുത്തഴിച്ചു കൊടുത്തിട്ടേക്കാണ്. സാധാരണക്കാരെ ജനങ്ങൾക്ക് ചികിത്സ ഇല്ല. ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ, ഡോക്ടർമാർ തന്നെ വന്ന് പറയുന്നു ഇവിടെ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പരാതി പറഞ്ഞവനെ, കാര്യം തുറന്നു കാട്ടിയവനെ എതിരെ നടപടി എടുക്കുന്നതും അയാൾക്കെതിരെ കേസെടുക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നതും ഒക്കെ ഇവിടുത്തെ ജനം കണ്ടു പ്രതികരിച്ചതാണ്.
ചുരുക്കം പറഞ്ഞാൽ പൊതുജനാരോഗ്യ മേഖലയിൽ, സ്വകാര്യ മേഖലയിലല്ല കേട്ടോ, പൊതുജനാരോഗ്യ സർക്കാർ മേഖല മുഴുവൻ, ആശുപത്രികൾ മുഴുവൻ നാറാണക്കല്ലായി കിടക്കുകയാണ്. ആ അർത്ഥത്തിൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അമ്പെ പരാജിതയായി നിൽക്കുകയാണ് ഈ വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രി എന്നത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം എന്നതുകൊണ്ട് എന്ത് ഭരണ മികവ് പറഞ്ഞുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്? അത്തരത്തിൽ ഭരണ മികവ് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു നിവൃത്തിയുമില്ല. പിന്നെ എന്താണ് മാർഗം? ഇടതുപക്ഷത്തിൽ നിന്ന് വലതുപക്ഷം ഭരണം പിടിച്ചുകൊണ്ട് പോയ ഒരു കാലമുണ്ട്. അതായത് നിയമസഭ പിരിച്ചുവിട്ടിട്ട് പാർലമെന്റ് ഇലക്ഷനൊപ്പം തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഏത്? നമ്മുടെ കേരള തെരഞ്ഞെടുപ്പ്. സംഗതി ഒരു വർഷം കൂടെ സമയം ഉണ്ടായിരുന്നു. ആ സമയം നല്ല ഭരണമായിരുന്നു. ഇടതുപക്ഷം വളരെ മനോഹരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് എന്തായാലും തുടർഭരണം കിട്ടുമെന്ന് ഉറപ്പാണ്. എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും LDF ജയിക്കുമെന്ന് ഉറപ്പായ ആ ഘട്ടത്തിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അസംബ്ലി പിരിച്ചുവിട്ടിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു നമ്മുടെ സർക്കാർ. ഈസിയായി ഒരു തുടർഭരണം കാഴ്ചവെക്കാമെന്നാണ് കരുതിയത്. ഇടതുപക്ഷത്തിന് തുടർഭരണം പ്രതീക്ഷിച്ചാണ് ചെയ്തത്. പക്ഷെ വലിയൊരു മണ്ടത്തരം പറ്റി, ഒരു പറ്റി. എന്താണെന്നറിയോ? ആ സമയത്താണ് ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടുകൂടി തരംഗം മുഴുവൻ കോൺഗ്രസ് തരംഗമായി, മൊത്തം തരംഗമായി. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു, എല്ലാം ചെയ്തു. ആ സമയത്ത് എല്ലാ ബൂത്തിന്റെയും എല്ലാ സ്ഥലങ്ങളിലും എവിടെയും മുഴുവൻ രാജീവ് ഗാന്ധിയുടെ ചിത്രം ഇങ്ങനെ വെച്ച് മാലയും ഇട്ട് എല്ലാ സ്ഥലത്തും ഇലക്ഷൻ പ്രചരണം. അത് തന്നെ രാജീവ് ഗാന്ധിയുടെ മുഖം ഇങ്ങനെ വെച്ച് തിളങ്ങി നിന്നു. അതുവരെ LDF സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ നന്മകളും അതിലങ്ങോട്ട് ഒലിച്ചു പോയി. ഒരു വർഷം അങ്ങോട്ട് പോയി. സത്യത്തിൽ അങ്ങനെ ഒരു മണ്ടത്തരം അവർ കാണിക്കാതെ അടുത്ത ഒരു വർഷം കൂടി അന്ന് ആ 4 വർഷം എങ്ങനെ ഭരിച്ചോ അതുപോലെ അങ്ങ് കഴിഞ്ഞു പോയിരുന്നെങ്കിൽ ഈസി ആയിട്ട് ഇന്നത്തെ ഈ പിണറായി സർക്കാരിന്റെ തുടർഭരണം അന്ന് നയനാർ സർക്കാരിന് കിട്ടിയേനെ. അത് ഓർത്തിട്ടാണെന്ന് തോന്നുന്നു വീണ ജോർജ് ഇവിടെ ഇങ്ങനെ ഒരു നാടകം എടുത്തത്. ഒരു വ്യത്യാസമുണ്ട്. അവിടെ ഭരണ മികവ് കൊണ്ടാണ് അത്തരത്തിൽ ഒരു കളി കളിക്കാൻ അവർ ശ്രമിച്ചെങ്കിൽ ഇവിടെ ഭരണ പരാജയം മറക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളി കളിക്കുന്നത്. ഇവിടെ അത്തരത്തിൽ പണ്ട് രാജീവ് ഗാന്ധിയുടെ ഫോട്ടോ വെച്ചതുപോലെ ഇവിടെ ഭരണ മികവും കാര്യങ്ങളും ഒന്നും പറയാനില്ല. അതുകൊണ്ട് തൽക്കാലം തന്നെ തല്ലിയെ നുള്ളിയെ പിച്ചിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് പോയി, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സഹാനുഭൂതി പരിവേഷത്തിലേക്ക് അങ്ങോട്ട് മാറിയതിനു ശേഷം അങ്ങനെ ഈസി ആയിട്ട് ഈ ബാക്കിയുള്ളതൊക്കെ ജനങ്ങളെ കൊണ്ട് മറന്നു കളയാം എന്ന് കരുതിയിട്ടായിരിക്കും തോന്നുന്നത്. കാര്യം മലയാളികൾ അങ്ങനെയാ, പെട്ടെന്ന് മറക്കും. അവസാനം ഒരു കിറ്റ് കൊടുത്താൽ അത് ഓട്ടം കൊടുക്കും. അതുവരെയുള്ള 4.25 കൊല്ലം അവരെങ്ങനെയാണ് ഭരിച്ചു അതൊക്കെ അങ്ങോട്ട് മറക്കും. അവസാനത്തെ ഒരു 3 വർഷത്തിന് മാർക്ക് ഇട്ട് കൊടുക്കും. അതാണ് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു രീതി എന്ന് പറയുന്നത്. മറ്റുള്ളവർ അങ്ങനെയല്ല, തുടക്കം മുതൽ കണക്ക് കൂട്ടും. ഇവിടെ അതല്ല. അപ്പൊ അങ്ങനെ ഈ അവസാന നിമിഷത്തിൽ ഇത്തരത്തിൽ എന്നെ തല്ലിയെ, KSUക്കാർ തല്ലിയെ, കോൺഗ്രസ്സുകാർ തല്ലിയെ എന്ന് നിലവിളിച്ച് ഒന്ന് ICUയിലൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ പരാജയപ്പെട്ടു പോയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം ആഭ്യന്തരമന്ത്രി മൂപ്പര 10-25 പോലീസുകാരുണ്ടായിരുന്നു അവിടെ മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. വെറും 4 പീക്കിരി പിള്ളേർമാരാണ് അങ്ങോട്ട് ചെന്നത്. പ്രതിഷേധം എന്ന് പറഞ്ഞിരുന്നത് UDFന്റെ പ്രവർത്തകർ, അല്ലെങ്കിൽ KSUവിന്റെ പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള 3-4 പേർ, പരമാവധി 4-5 പേർ, അത്രേ ഉള്ളൂ. ഈ 4-5 പേരെ ഈ മന്ത്രിയുടെ അടുത്തേക്ക് പോകാതെ പോലീസ് സംരക്ഷിച്ചു. അത് വാസ്തവമാണ്. പക്ഷെ മന്ത്രി പറയുന്ന അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ 4 പീക്കിരി ചെറുക്കന്മാരെ നേരിടാൻ അവിടെ 25 പോലീസുകാർക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ ഈ 25 പോലീസുകാർ മാറി നിന്നിട്ട് ആ 4 ചെക്കന്മാര് ഈ മന്ത്രിയെ അടിച്ച് ഊറക്കിട്ട് കയ്യും തല്ലി ഒടിച്ച് കഴുത്തും ചവിട്ടി ഒടിച്ചു എന്നുള്ളൊരു അവസ്ഥയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിന് എന്താണ് ഉപ്പാണ്? ആഭ്യന്തര വകുപ്പിന്റെ കസേരയിൽ നിന്ന് മന്ത്രി ഇറക്കി വെച്ചിട്ട് അവിടെ വാഴ വെക്കണ്ടേ? പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ ആഭ്യന്തര മരവാഴ എന്ന് വിളിക്കേണ്ടി വരില്ലേ? ഇല്ലേ? എനിക്ക് തോന്നുന്നത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പോലീസിനെ നല്ലോണം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് പോലീസിനെ അദ്ദേഹം വിനിയോഗിക്കുന്നുണ്ട്. അത് രക്ഷാപ്രവർത്തനം നടത്താനായാലും മറ്റേതിനായാലും അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ റെയിൽവേ സ്റ്റേഷനിൽ അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആ മന്ത്രിയുടെ കഴിവുകേടല്ലേ, മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേടല്ലേ? ഒരു 10-25 പോലീസുകാർ അങ്ങോട്ട് ചെന്നിട്ട് 4 പീക്കിരികളെ മാറ്റി നിർത്തിയിട്ട് ആ മന്ത്രിയെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ആഭ്യന്തര സംവിധാനമാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആ സ്ഥാനം രാജിവെച്ചിട്ട് അവിടെ ഒരു വാഴയും വെച്ചിട്ട് ഇറങ്ങി പോണ്ടേ? അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് വീണ ജോർജ് തന്നെ സമർത്ഥിച്ചു വെക്കുകയല്ലേ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി മുഖ്യമന്ത്രി കഴിവുള്ള ആൾ തന്നെ എന്ന് നമുക്ക് സമർത്ഥിക്കാം. വീണ ജോർജ് കളവ് പറയുകയാണെന്ന് കരുതാം. അങ്ങനെയാണ്. മുഖ്യമന്ത്രി കഴിവുള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി കഴിവുള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീണ ജോർജ് കളവ് പറയാണ് എന്ന് പറയേണ്ടി വരും. ഇനി വീണ ജോർജ് കളവ് പറയണമെന്ന് കരുതുക,
അതായത് ഇത്രയും നാണംകെട്ട രീതിയിൽ 10 കൊല്ലം ഭരിച്ചതിന് ശേഷം ഒരു വകുപ്പിന്റെ ഒരു മന്ത്രി പറയാണ് തന്നെ നുള്ളിയെ പിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് താൻ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. എനിക്ക് എന്റെ ഭരണ നേട്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയാനില്ല, എനിക്ക് ആവശ്യമായ ജനപിന്തുണ ഇല്ല, അതുകൊണ്ട് എന്നെ തല്ലിയെ എന്നെ പിച്ച് എന്ന് ഞാൻ കള്ളം പറഞ്ഞുകൊണ്ട് ഞാന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. ഈ പാർട്ടി എനിക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് വേറെ ഏതാ ഉള്ളത്? ഇത്തരത്തിൽ കഴിവുകെട്ട അല്ലെങ്കിൽ ഗതികെട്ട ഒരു മന്ത്രിയെ വെച്ച് വാഴിക്കേണ്ടി വരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഗതികേടും അവരെ വെച്ച് വാഴിക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയുടെ ഗതികേടും ഒക്കെയാണ് ഇവിടെ പുറത്തു വരുന്നത്. അതായത് ഒരൊറ്റ സംഭവത്തിലൂടെ ഒരു സംഭവത്തിൽ ഈ രീതിയിൽ ആ ദൃശ്യങ്ങളിൽ എവിടെയും തന്നെ മന്ത്രിയെ ആരും കൈവയ്ക്കുന്നില്ല, ആരും മന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നു പോലുമില്ല. എന്നിട്ടും തങ്ങൾക്ക് അനുകൂലമായി ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ പച്ച നുണ പറഞ്ഞ് KSU പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ മർദ്ദിച്ചു എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ? ആണ് എന്നതാണ് പക്ഷം. ഇത് നല്ലോണം ആലോചിച്ച് പെരുമാറേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം പറയുന്നതിന് മുമ്പ് എന്താണ് താൻ പറയുന്നത് എന്നൊരു ബോധം വേണം. കാരണം താൻ മന്ത്രിയാണ്, തന്റെ പൊസിഷനാണ്. ആ പൊസിഷനിലുള്ള ഒരാളെ ഇത്തരത്തിൽ അടിച്ച് ഊറക്കിട്ടു എന്ന് പറയുമ്പോൾ അത് പൊതുജനം ഇഴകീറി പരിശോധിക്കും എന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, അതേപോലെ മറ്റെല്ലാ കാലമാണ്. അങ്ങനെ പരിശോധിക്കുന്നുള്ളൊരു ബോധം അവർക്ക് വേണം. രണ്ടാമത്തത്, ഒരു തുടർഭരണം കിട്ടിയ ഒരു സർക്കാരിന്റെ ഭാഗമാണ് താൻ എന്നുള്ളൊരു ബോധം വേണം. പിന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് തന്റെ തന്നെ പൊളിറ്റിക്കൽ ലീഡറാണ് എന്നൊരു ബോധം വേണം. ഈ ബോധമൊന്നും ഇല്ലാതെ ഈ മന്ത്രി 4-5 പേർ വന്നിട്ട് ഈ 10-25 പോലീസുകാരെ മാറ്റി നിർത്തിയിട്ട് ഈ മന്ത്രിയെ അടിച്ച് ഊറക്കിട്ടിട്ട് അവർ ഈസി ആയിട്ട് അങ്ങ് പോയി എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതൊരു കഴിവുകേട് തന്നെയാണ്. അതായത് നമുക്ക് ആരോപണമൊക്കെ ഉന്നയിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കാം, പക്ഷെ അതിന്റെ വരും വരായിക കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ 4 ചോക്ക് എന്താ സംഭവിച്ചെന്നുള്ളത്? ഒന്നുകിൽ മുഖ്യമന്ത്രി കഴിവുകെട്ടവനെന്ന് സമ്മതിക്കണം, അതല്ലെങ്കിൽ ഇവിടുത്തെ ആരോഗ്യമന്ത്രി നുണ പറഞ്ഞു, അവരുടെ കഴിവുകേട് വിവരക്കേട് എന്ന് സമ്മതിക്കണം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വെച്ച് വാഴിക്കുന്ന CPM എന്ന പാർട്ടിയും ഈ സർക്കാരും പറ്റ ചടക്ക് ഭരണം എന്ന് സമ്മതിക്കേണ്ടി വരും. Different angles. Don't forget to subscribe and support this channel.